ഒരു 10,000 രൂപ മന്ത്ലി സാലറി വാങ്ങിക്കുന്ന ആളും 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ആളും നമ്മുടെ സൊസൈറ്റിയിൽ 10,000 വാങ്ങിക്കുന്ന ആളുടെ അയാളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചായക്കടയിൽ പോയിട്ട് സാധാ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കും 10 രൂപയ്ക്ക് വന്നു. 2 ലക്ഷം വാങ്ങിക്കുന്നവന് ചിലപ്പോൾ 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ സ്റ്റാർബക്സിലോ കയറിയിട്ട് 300 രൂപ കൊടുത്ത് കുടിക്കും. ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. ഇതൊരു തെറ്റിദ്ധാരണയാണ് ചൈനയിലുള്ള കോപ്പി കാറ്റ് എന്നുള്ളത്. ചൈനയിലെ ജനങ്ങൾ അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചൈനയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദേ ആർ യൂസിങ് ദ മോസ്റ്റ് എക്സ്പെൻസീവ്. ഒരു ബാഗ് ആണെങ്കിലും ഒരു ഷൂ ആണെന്നുണ്ടെങ്കിലും ഒരു എല്ലാവരുടെ കയ്യിലും ഐഫോൺസ് ആണ്. അവർ ഉപയോഗിക്കുന്ന ലൂയി വിട്ടൺ ആണ് അല്ലെങ്കിൽ ഗുച്ചി അല്ലെങ്കിൽ അങ്ങനെ വലിയ ഇന്റർനാഷണൽ ബ്രാൻഡ്സ്. ഒരു ഷൂവിനൊക്കെ 2-3 ലക്ഷം. ഹൈ ഒറിജിനലാണ്. അവർ ഒരിക്കലും കോപ്പി ഉപയോഗിക്കുന്നില്ല. അവർ മാക്സിമം ഉപയോഗിക്കുന്നവരുണ്ടാവും, പക്ഷെ എന്നാലും ഒരു മെജോറിറ്റി പീപ്പിൾ ഉപയോഗിക്കുന്നത് നല്ല സാധനങ്ങളാണ്. ഇപ്പൊ കോപ്പി കാറ്റ് നിങ്ങൾ പറഞ്ഞു 2024 1.5 മില്യൺ പാറ്റന്റ് എടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. മറ്റു രാജ്യത്തിൽ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇത്രയും പാറ്റന്റ് വരുന്നത് ഇന്നോവേഷൻ കാരണമാണ്, അല്ലാതെ അവര് ചിത്രം വരച്ചുണ്ടാക്കിയതല്ല.